നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ വീണ്ടും പ്രതിസന്ധി. ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എസ്റ്റേറ്റ് ഉടമകളായ ഹാരിസൺ മലയാളം അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാമെന്ന തീരുമാനമായി സംസ്ഥാന സർക്കാർ. ഇതിനായി പട്ടിക തയ്യാറാക്കും. മരിച്ചവർക്കുള്ള ധനസഹായത്തിന് 2 സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്കായി പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയുമാണ് രൂപീകരിക്കുക. പ്രാദേശിക സമിതി ആദ്യം മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കും. കാണാതായവരുടെ കുടുംബത്തിനും സഹായം എന്നത് ദുരിതബാധിതരുടെ പ്രധാന ആവശ്യമായിരുന്നു. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടും PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന് നേതൃത്വം. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച അൻവറിന്റെ നടപടിയിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അമർഷമുള്ളതിനാലാണിത്. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം വന്ന് മതി അൻവർ വിഷയത്തിൽ തീരുമാനമെന്ന നിലക്കാണ് കോൺഗ്രസിലെ നീക്കങ്ങൾ. PV അൻവറിനോട് മതിപ്പും എതിർപ്പും ഇല്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നതടക്കം UDF ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ നിർദ്ദേശം തള്ളാനും കൊള്ളാനും ഇല്ലെന്നും നിലമ്പൂരിൽ ജോയി മത്സരിക്കട്ടെ എന്ന് അൻവറിൽ പറഞ്ഞത് ദുഷ്ടലാക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. P ശശി വീണ്ടും PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു. ശശി അൻവറിന് അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണിത്. VD സതീശനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് ശരിയാണെന്ന പരാമർശത്തിലാണ് നടപടി. PV അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നും P ശശിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നു. UDFൽ മാപ്പപേക്ഷ എഴുതി തയ്യാറായി നിൽക്കുകയാണ് PV അൻവറെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. P ശശിയെ ശത്രുവായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് PV അൻവർ അദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും മണ്ഡലത്തിൽ സ്വതന്ത്രൻ വരുമോ എന്നൊക്കെ അപ്പോൾ നോക്കാമെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം NM വിജയന്റെ മരണത്തിൽ കടത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചൊമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞു. നടി ഹണി റോസിന്റെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ബോബി ചൊമ്മണ്ണൂരിന്റെ കമന്റുകൾ ദ്വയാർത്ഥ പ്രയോഗമല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു. നടിയുടെ മാന്യത കൊണ്ടാണ് പൊതുമധ്യത്തിൽ അവരുടെ അനിഷ്ടം പ്രകടിപ്പിക്കാതിരിക്കുന്നതെന്നും സ്വയം സെലിബ്രിറ്റിയായി കരുതുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും കോടതി ആരാഞ്ഞു. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണം വിളികളോടെ 10,000കണക്കിന് അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനം നടത്തി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന നടത്തിയ ശേഷം 6:42 നട തുറന്നതിന് തൊട്ട് പിന്നാലെ 6:44 പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് ദർശിച്ചത്. പൊന്നമ്പലമേട്ടിൽ 3 തവണയാണ് മകരവിളക്ക് തെളിഞ്ഞത്. പിച്ചി ഡാം റിസർവോയറിൽ വീണ 3ാമത്തെ പെൺകുട്ടിയും മരിച്ചു. പട്ടിക്കാട് മുരിങ്ങത്തുപറമ്പിൽ ബിനോജിന്റെയും ജൂലിയുടെയും മകൾ എറിൻ 16 ആണ് മരിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരവെ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ സെന്റ് ക്ലേസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് എറിൻ. UGC ചട്ടങ്ങൾ പോലും പാലിക്കാതെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ പൊതു സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നും UGCയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചി സർവകലാശാലയിൽ തുടങ്ങിയ ദ്വിദിന രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചൊമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നും ബോബി ചൊമ്മണ്ണൂരിന്റെ ജാമ്യാവസ്ഥയിൽ ഹൈക്കോടതി വ്യക്തമാക്കി. ജാമ്യം അനുവദിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതെ ബോബി ചൊമ്മണ്ണൂർ. ജാമ്യം നടപ്പാക്കേണ്ടതില്ലെന്ന് ബോബി ചൊമ്മണ്ണൂർ അഭിഭാഷകരോട് അറിയിക്കുകയായിരുന്നു.
റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പുറത്തിറങ്ങാൻ പറ്റാതെ തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ നാടകീയ നീക്കം. അവർക്കും ജയിൽ മോചിതരാകാൻ സാധിച്ചാലേ താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. ഹൈക്കോടതി ഉത്തരവനുസരിച്ചുള്ള ജാമ്യവ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ജയിലിനുള്ളിലെ ബുക്കിൽ ഒപ്പിടാൻ തയ്യാറാകാതിരിക്കുകയാണെന്നാണ് വിവരം. നിലവിൽ കാക്കനാട് ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരായ നിയമ നടപടി സമൂഹത്തിന് നൽകുന്നത് ശക്തമായ സന്ദേശമാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. കോടീശ്വരനായ ആളെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് തന്നെ സന്തോഷമുണ്ട് എന്നും അവർ പറഞ്ഞു. പത്തനംതിട്ട പീഡനക്കേസിൽ 44 പ്രതികൾ ഇതുവരെ അറസ്റ്റിലായതായി DIG അജിത ബീഗം അറിയിച്ചു. 15 പേർ കൂടി പിടിയിലാകാനുണ്ടെന്നും ഇവരിൽ 2 പ്രതികൾ വിദേശത്താണെന്നും ഇവരെ കൂടി പിടികൂടാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നും അജിത ബീഗം പറഞ്ഞു. പത്തനംതിട്ട പീഡനക്കേസിൽ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. അടൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് കോടതി മൊഴി രേഖപ്പെടുത്തി. കേസിൽ ഇന്ന് ഒരു പ്രതി കൂടി അറസ്റ്റിലായി. പത്തനംതിട്ട ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. ഇതോടെ അറസ്റ്റിലായ ആകെ പ്രതികളുടെ എണ്ണം 44ആയി. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള കളക്ടർ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം. സ്വാമി സമാധിയായത് തന്നെയാണെന്ന് ഭാര്യ ആവർത്തിച്ചു. എന്നാൽ സമാധിയായെന്ന നോട്ടീസ് നേരത്തെ അച്ചടിച്ചതാണോ എന്നതിലടക്കം പോലീസിന് സംശയമുണ്ട്. സാഹചര്യങ്ങൾ പരിശോധിച്ച് 2 ദിവസത്തിനുള്ളിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിക്കിടെ പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി. ഉമാ തോമസിന്റെ ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വീഡിയോ MLA ഫേസ്ബുക്ക് ടീം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ആശുപത്രിയിലെത്തിയ മന്ത്രി ആർ ബിന്ദുവിനോടും തൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും നിറഞ്ഞ ചിരിയോടെ വീഡിയോ കോളിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ നല്ല ആശ്വാസമുണ്ടെന്നും വരുന്ന അസംബ്ലി സമ്മേളനത്തിൽ തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും മന്ത്രി കാണാൻ വന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഉമാ തോമസ് വീഡിയോയിൽ പറയുന്നുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനെതിരെയുള്ള നടപടി തടഞ്ഞ് ഹൈക്കോടതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടിയാണ് ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന നിയമസഭാ മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ മൈക്രോബയോളജി ലാബ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കണ്ണാശുപത്രിക്ക് സമീപം സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് ക്യാമ്പസിനോടുള്ള ഗവൺമെൻറ് അനാലിറ്റിക്സ് ലബോറട്ടറിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ലാബിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്കാണ് നടക്കുക. മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ പന്തിരാങ്കാവ് സ്വദേശി KK ഹർഷീന നടത്തിയ രാഷ്ട്രീയ പ്രേരിത സമരമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. നഷ്ടപരിഹാരം തേടി പരാതി നൽകണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടു. അത് കേൾക്കാതെ രാഷ്ട്രീയ പ്രേരിത സമരത്തിന് പോയി. വനിതാ കമ്മീഷൻ ഇപ്പോഴും നിയമസഹായത്തിന് തയ്യാറാണെന്നും P സതീദേവി വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.